കടത്തുകാരനെ കാണുന്നില്ലല്ലോ. കടത്തുകാരൻ കിടന്ന് ഉറങ്ങിക്കാണും. ആ ചേട്ടൻ, ആ കിളവൻ രാത്രി കിടന്ന് വെള്ളം അടിച്ച് കിടന്ന് ഉറങ്ങുമായിരിക്കും. വെള്ളം കൊണ്ടുവരും. എന്തോ ചെയ്യാമെന്ന് പറ. ഏതായാലും കിട്ടിയ സമയം കൊണ്ട് ഇവിടെ ഇരുന്ന് ചൂണ്ടയിടാൻ ഇനി അക്കരയ്ക്ക് പോയി ഇടുന്നില്ല. ഒരേ തുടങ്ങി 2-3 ദിവസമല്ലേ ഇവിടെ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിട്ട്. ഇവരൊന്നും യാതൊരു പടിയില്ല. ഇങ്ങോട്ട് നോക്കണ, ഇങ്ങോട്ടാ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കാൻ. പൊട്ടനാന്ന് തോന്നി. ഇത് ചെവി ഒന്നും കേട്ടുപോകും. ഓരോന്നും രാവിലെ ഇറങ്ങിപ്പോൾ മനുഷ്യനെ വിലക്കെടുക്കാൻ ഇവന്റെ ചെവിയിൽ പിരിവെട്ടിയിരിക്കുമോ കയറി ഇരിക്കുമോ അവര്. രാവിലെ വാർത്തയുടെ സമയമായി എന്നാ തോന്നുന്നത്. വാർത്ത ഒന്ന് വെച്ച് നോക്കാം. എന്താ വന്ന് അറിയാമോ? ഇന്ന് വല്ല ഹർത്താലോ വല്ലതും ഉണ്ടോന്ന് അറിയാമോ? ആദ്യം രാമചന്ദ്രൻ, തിരുവോണം ചിങ്ങമാസത്തിലാണല്ലോ മലയാളികൾ ആഘോഷിക്കുന്നത്. അതിനാൽ ഇനി മുതൽ ഗുജറാത്തിലെ മലയാളികൾ കന്നിമാസത്തിൽ ഓണം ആഘോഷിച്ചാൽ മതിയെന്ന് ഗുജറാത്ത് ഗവൺമെന്റ് തീരുമാനിച്ചു. അതുകൊണ്ട് ഓണാഘോഷം ഫാദർ ബിജോയ് വർഗീസ് അറിയിച്ചു. മഴ വളരെ കുറവായിരിക്കുന്ന ബറോഡയിൽ ഇപ്പോൾ മഴ കൊണ്ട് ആറാട്ടാണ്. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ഇനി 2 ദിവസം കൂടി ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ മഴ മൂലം ബറോഡ ഇടവകയ്ക്ക് ചാരിറ്റി കമ്മീഷണർ ഒരാഴ്ചത്തെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ മഴ മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായ മുതലകളെ മാറ്റിപ്പാർപ്പിക്കുവാൻ വേണ്ടി വന്നാൽ മുതലകൾക്ക് ഹോട്ടലുകളിൽ താമസമൊരുക്കുവാനും സർക്കാർ തീരുമാനിച്ചു. മഴ മൂലം പാൽ വിതരണം തടസ്സപ്പെട്ടതിനാൽ മഴ തീരുന്നതുവരെ ചായയും കാപ്പിയും വേണ്ടവർ ഓൺലൈനിലൂടെ ചായയും കാപ്പിയും കുടിക്കണമെന്ന് ഭക്ഷ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഓണാഘോഷം പ്രമാണിച്ച് ബറോഡ ഇടവകയിൽ വിവിധ കലാകായിക ഇനങ്ങളോടുകൂടി ഓണസദ്യ നടത്തുന്നതായിരിക്കുമെന്ന് ഇടവക വികാരി അറിയിച്ചു. മഴ ആണെങ്കിലും ഓണാഘോഷം നടത്തുമെന്ന് വികാരി അറിയിച്ചു. പ്രാദേശിക വാർത്തകൾ സമാപിച്ചു. ചായ കുടി. പാല് കുറവാണല്ലോ. ആര് പറഞ്ഞടാ? നല്ല 1-ാം തരം പെരുമപ്പാലിനുണ്ടാക്കിയ ചായയാടാ ഇത്. നീ ഒന്ന് കുടിച്ചു നോക്കാം. ഇതുപോലത്തെ ഔഷധ ഗുണമുള്ള ചായ ഒന്നും നിനക്ക് ഈ ഏരിയയിലൊന്നും കിട്ടുകയല്ല. അപ്പൊ ചേട്ടാ, ഈ ചായ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ കടിയൊന്നും ഇല്ല. കടിയോ? ഇത് നേരം വെളുത്താ. ഒരു കാര്യം ചെയ്യും, നീ ആ ഗ്ലാസിന്റെ വാക്കിൽ ഒരു കടിയും കൊടുക്കും. അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് ഒരു കടിയും കൊടുക്കും. എടാ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയാടാ. എടാ ഇവിടെ ഒന്നും നടക്കുന്നില്ലടാ ചെറുക്ക. വേഗം ചായ കുടിച്ച് കാശ് എന്നിട്ട് പോകാനോ? അല്ല, പണിക്കിറങ്ങി പോകാനോ? ചേട്ടാ, പത്രം ഉണ്ടെങ്കിൽ പത്രം ഇങ്ങോട്ടെന്താ? വായിക്കടാ പിള്ളേരെ. എന്തൊക്കെയോ ന്യൂസ് എന്തൊക്കെ പറയും. കണ്ണ് കാണത്തില്ല. കണ്ണിപ്പോ പ്രായമായതുകൊണ്ട് കൊണ്ട് പറ്റുന്നില്ല. ന്യൂസൊക്കെ ഒന്ന് വായിച്ചൊന്ന് പറഞ്ഞു കേട്ടിട്ടാ. എന്താടാ നോക്ക. രാവിലെ ആ ചെറുക്കൻ വിട്ടേച്ച് പോയതാ, പത്രക്കാരൻ ചെറുക്കൻ. നീ ഒന്ന് വായിക്കേ. മനസ്സിലാവുന്നില്ല. മലയാളം അല്ലേ അത്? പിന്നെ എന്ത് ഭാഷയാണ് അത്? എന്നാ നീ നോക്കടാ ചെറുക്ക. ഇത് ഭാഷയെ നോക്ക്. എന്ത് പറഞ്ഞു? രാവിലെ തലയിൽ ചെറുക്കൻ ഇട്ടേച്ച് പോയതാ, പത്രക്കാരൻ ചെറുക്കൻ. ഇത് മലയാളമാണോ? മലയാളമാണ്. നീ വായിക്കേ.
ഇതൊന്നും ഒരു വാർത്തയല്ല, പണ്ടത്തെ കാലത്തായിരുന്നു വാർത്ത. 1962 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ പണ്ട് ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന പൊട്ടിന് എൻ്റെ നാല് ചക്രമൊക്കെ ഉണ്ട്. അപ്പൊ കൊള്ളക്കാട് ഭയങ്കര ശല്യമാണ്, ഭയങ്കര കാട്, ഇവിടെ ഒന്നുമില്ലെന്നേ. ആ കാട് പിടിച്ച ഒരു സമയം നമുക്ക് രാത്രിയുമായി അതൊരു 10-15 പേര് പെട്ടെന്ന് വന്ന് മുന്നിലെന്നും തോക്കുണ്ട്, കത്തിയുണ്ട്, എല്ലാം. നമ്മൾ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ ധൈര്യം നമ്മൾ വീണ്ടെടുത്തിട്ട് ഈ ഇടത്തിൽ അങ്ങോട്ട് മൂത്തിട്ട് ഒറ്റ അടി. എന്തുകൂടെ ഇവൻ ഈ പറയുന്നത്? ഇവനാരാ? രജനികാന്ത് 10 പേരെ അടിച്ചു. ചായ കുടിച്ചിട്ട് വല്ല പൈസ തന്നിട്ട് പോകാൻ നോക്കണേ. നിനക്ക് ഓർമ്മയില്ലേ? ഇല്ലയോ? അത് ശരി. അതിനാല് എന്നാ പിന്നെ വേറൊരു കാര്യം പറയാം, അത് നിനക്ക് ചിലപ്പോൾ ഓർമ്മ കാണും. 1969 ഇവിടെ എല്ലാം വെള്ളപ്പൊക്കമായി. വെള്ളം കയറുന്ന പറഞ്ഞാൽ ഇതുപോലെ രാത്രിയിലും പകലും ഇതുപോലെ മഴ പെയ്യും. ആ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കയറാവുന്ന പൊങ്ങിയ ഭാഗങ്ങളെല്ലാം കയറി നിന്നു. അപ്പോഴെല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പിന്നെ ലാസ്റ്റ് ഞാൻ തുടങ്ങി ആ പാലത്തിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നു. ആ പാലത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് 4 ദിവസമായിരുന്നു. കാര്യമാണ് മിക്കവാറും. രാവിലെ വന്ന് കത്തി വെച്ച് മനുഷ്യനെ കൊല്ലാതെ ചായ കുടിച്ച പൈസ പണിക്കിറങ്ങി പോകാൻ നോക്കടാ. പൈസ ഒക്കെ തരാമെന്നേ, പൈസ കിട്ടട്ടെന്ന് തരും. കുറെ നാളായാലും പറയാൻ തുടങ്ങട്ടെ. രാവിലെ ഇറങ്ങിക്കോളും പറ്റും പറ്റിയുമായിട്ട്. ഇന്ന് കളിക്കാൻ തന്നെ കാശ് തരണം കേട്ടോ. അല്ല, ഈ ചായക്ക് എത്ര രൂപ ഇതൊക്കെ ഒന്ന് പറഞ്ഞു? ഇത് ഇന്ന് എത്ര ചായ തന്നത്? 2 25 രൂപ 50 പൈസ. അപ്പൊ എന്റെ സ്വർണ്ണം ഇട്ടുകൊണ്ടാണ് ചായ ഉണ്ടാക്കിയത്. ഈടാ ഈ ചായയുടെ ഗുണമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് നീ കുടിച്ചു കഴിഞ്ഞൊരു അല്പം കഴിയുമ്പോൾ ഇതിന്റെ ഗുണം നിനക്ക് മനസ്സിലാവും. എടാ ഇതുപോലത്തെ ചായ ഈ ഏരിയയിൽ ഒരു മനുഷ്യനും ഉണ്ടാക്കി തരത്തില്ല. ഗുണം കൂടുമ്പോൾ പൈസ കൂടും. അതാണ് 25 രൂപ. 1957 കാര്യം അറിയാം. നീ 57 എനിക്ക് എന്നെ കൂടെ പറയിക്കരുത് കേട്ടോ. എന്റെ പൈസ വേഗം പോകാൻ നോക്കാം. രാവിലെ ഇറങ്ങിക്കോളൂ എനിക്ക് എന്നെ മെനക്കെടുത്താനായിട്ട്. പോകാൻ ഓരോന്ന് റേഡിയോയിലെ കണ്ണാടിയുടെ പരിപാടിയാകാറായി കേട്ടോ. ഞാൻ കണ്ണാടിയുടെ പരിപാടി ഒന്ന് വെക്കട്ടെ. നല്ല പരിപാടിയാ കേട്ടോ, കേൾക്കണം കേട്ടോ. പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയുടെ ഒരു ലേഖ കൂടി ആരംഭിക്കുകയാണ്. ഇടുക്കിയിൽ നെടുങ്കണ്ടത്ത് താമസിക്കുന്ന മറിയക്കുട്ടി എന്ന വയോധികയുടെ കഥയാണ് കണ്ണാടിയിൽ നിന്ന് അവതരിപ്പിക്കുന്നത്. വളരെ തുച്ഛമായ ഒരു സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനാണ് മറിയക്കുട്ടിയുടെ പ്രധാന ഉപജീവന മാർഗം. എന്നാൽ കഴിഞ്ഞ 1 വർഷമായിട്ട് പെൻഷനൊന്നും കിട്ടിയില്ല. ഓണക്കാലമായിട്ടും സർക്കാർ പെൻഷൻ അനുവദിക്കുന്നില്ലെന്നാണ് മറിയക്കുട്ടി പറയുന്നത്. എന്നാൽ ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനെ കൊണ്ട് പ്രത്യക്ഷ ചില സമര പരിപാടികളുമായിട്ട് മറിയക്കുട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ചാറ്റിയെടുത്ത് പെൻഷൻ ഇടുന്ന ഒരു സമര രീതി മറിയക്കുട്ടി ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ എല്ലാ പെൻഷൻ കൊടുത്തു കഴിഞ്ഞു, ഇനി പെൻഷനൊന്നും കൊടുക്കാൻ ബാക്കിയില്ലെന്നും ഇത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാനും വെറുതെ നാറ്റിക്കാനുമുള്ള ഒരു പരിപാടിയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എല്ലാ മാസവും പെൻഷൻ കൊടുക്കാൻ സർക്കാർ റിസർവ് ബാങ്ക് അല്ല മുഖ്യമന്ത്രി പറയുന്നു. സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് അവകാശമാണെന്നും അല്ലാതെ സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും മറിയക്കുട്ടി പറയുന്നു. തന്റെ പെൻഷൻ മുഴുവൻ കിട്ടിയില്ലെങ്കിൽ സർക്കാർ മറിയക്കുട്ടി മുന്നറിയിപ്പ് നൽകുന്നു. മറിയക്കുട്ടി സൈബർ ആക്രമണം നടത്തുമെന്നും ഭരണകക്ഷി നേതാക്കളും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറിയതിനാൽ കണ്ണാടിയിൽ ഇടപെടുകയാണ്. മറിയക്കുട്ടിയെ സഹായിക്കാൻ നിങ്ങൾ ഉദാരമായിട്ട് സംഭാവന ചെയ്യണം. മറിയക്കുട്ടിക്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ നിങ്ങൾ എൻ്റെ പേരിൽ അയച്ചു തന്നാൽ മതി. എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ അറിയിക്കുന്നതാണ്. അങ്ങനെ മറിയക്കുട്ടിയെ സഹായിക്കാതെ കൊണ്ട് കണ്ണാടിയുടെ പ്രേക്ഷകർ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. കണ്ണാടി തുടരുന്നു. നന്ദി, നമസ്കാരം. പറഞ്ഞു നിർത്തില്ലല്ലോ, വേണ്ടി വരുന്നത് നമ്മുടെ മറിയച്ചേടത്തി. എന്തോട് വിശേഷം? അതില് 1 മാസത്തെ പെൻഷൻ 5 മാസത്തെ കുടിശ്ശിക ഇട്ടിട്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നത്? 1600 രൂപയും കൊണ്ട് എന്റെ മറിയച്ചേടത്തി എല്ലാം ശരിയാവുമെന്ന് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അടുത്തം കയറിയതാ. ഇതുവരെ ഒന്നും ശരിയായി. അയാൾക്ക് ഇച്ചൂടൊക്കെ സമയം കൊടുക്കുന്നു. ശരിയാക്കണ്ടേ? എവിടൊക്കെ ശരിയാക്കേണ്ടത്? പല കോണുകളും ശരിയാക്കി വരണ്ടേ? പലരും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ശരിയാക്കണം. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും. ശരിയാക്കാന്ന് പറഞ്ഞ് കയറിയിട്ട് എന്തായാലും ശരിയായോ?
ശരിയാക്കിക്കൊണ്ടിരിക്കുമല്ലയോ? പലരെ ശരിയാക്കുന്നില്ലേ? പല ആൾക്കാരെ ശരിയാക്കിയില്ലേ ഇതുവരെയായിട്ട്? ഉണ്ടോ? വിനോദയാത്ര നടത്തുന്ന ബസ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടിയോ? അതൊക്കെ പുരോഗമനത്തിന്റെ ഓരോരോ ഭാഗമാണ് ചേട്ടത്തി. വിനോദയാത്ര നടത്തുന്ന പൈസയുടെ പാതി പോരായ പിച്ചക്കാശ് കൊടുക്കാൻ വേണ്ടി അതൊരു പുരോഗമനമല്ലേ? പണ്ടായിരുന്നൊക്കെ ഇങ്ങനെയൊക്കെ വിനോദയാത്ര നടത്തിയിട്ടുണ്ടോ? പൈസ കൂട്ടിയില്ലയോ? അതൊക്കെ നികുതി പണം കൂട്ടിയില്ലയോ? വികസിക്കുന്നതോടും ഇതൊക്കെ കൂടും. വികസനം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വികസിക്കണ്ടേ? പൈസ എല്ലാം വികസിക്കണം, സാധനത്തിനെല്ലാം വില കൂടണം, എന്നാലേ വികസനം ഉണ്ടാകത്തുള്ളൂ. കുളിക്കുന്ന സോപ്പ് തേക്കുന്ന എണ്ണയ്ക്ക് വരെ വില കൂടിയില്ലയോ? നീ ഈ നാട്ടിലും വലിയ കുഞ്ഞാ താമസിക്കുന്നത്. പറയാനില്ലയോ? ഞാനെന്തോ പറയാൻ, നീ ഒന്നും ഇത് ഇനിയൊന്നും തുടങ്ങിയതൊന്നുമല്ല, കുറെ നാളായി. ഒരു പൗരനാ. ഞാൻ എന്തായാലും പറയും ചേട്ടത്തി മറ്റേ പാർട്ടിക്കാരിയാണ്. എനിക്ക് എന്തെങ്കിലും തരണ്ട. നമുക്കങ്ങനെ പാർട്ടിയൊന്നുമില്ല ചേട്ടത്തി. എനിക്ക് പാർട്ടിയൊന്നുമില്ല. ഞാൻ ആര് തരണം ഓർക്ക് കൊടുക്കും. 2.5 മണിക്കൂർ ഞാൻ വെയിലത്ത് പോയി നിന്ന് ക്യൂവിൽ നിന്ന് വോട്ട് കൊടുത്തതാ. അപ്പൊ ഞാൻ ഈ സർക്കാരിനോടല്ലാതെ ആരോടാ ഇതൊക്കെ പറയേണ്ടത്? മറിയക്കുട്ടി ഒരു കാര്യം ചെയ്യും, നമ്മുടെ പുതിയ ഇടവകാരി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിയ ചേട്ടത്തിയുടെ കാര്യം നമുക്ക് ഇടവകാരിയിലൊന്ന് അവതരിപ്പിക്കും. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് 2-3 പിള്ളേരാ വഴി കുത്തിയിരിക്കുന്നത്. അവന്മാർക്ക് ഇപ്പൊ വേണ്ടതും വേണ്ടാത്തത് എഴുതി വിടുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, എന്താ ഫേസ്ബുക്കോ? അങ്ങനെ കണ്ടൊരു ബുക്കാ. അതിനകത്തൊന്ന് എഴുതി പിള്ളേരെന്ന് പറഞ്ഞപ്പോ അവരെന്നോട് ചോദിക്കുക ചേട്ടത്തിക്ക് കിറ്റ് കിട്ടിയില്ല. അതിപ്പോ ന്യൂ ജനറേഷനാ ചേട്ടത്തി. കിറ്റിനകത്ത് എന്തൊക്കെയാണെന്ന് നിനക്കും അറിയത്തില്ല പാപ്പ. എന്തോ പറയാ, നമുക്കൊക്കെ പ്രായമായിരിക്കും. പള്ളിയിൽ ചെന്ന് പറയാനെക്കൊണ്ട് എന്നോട് പറയുക. പള്ളിയിൽ ചെന്ന് പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പള്ളിയുടെ പടി കയറാൻ തുടങ്ങി വർഷങ്ങളായി. എനിക്ക് 17 വയസ്സായില്ലയോ? ഞാൻ ഈ കാലിന്റെ കൂട്ട് വയ്യാ, ഞാൻ ഈ വലിഞ്ഞ് കയറുന്നുണ്ട്. ഒരു ലിഫ്റ്റ് വെച്ച് കൂടായി പള്ളിക്കാർക്ക്, അതിന് വയസ്സായില്ല. എന്നാൽ ഇറങ്ങി വരുമ്പോൾ ഒരു ചായ തരും. അതിനോട് എന്തേലും ഒന്ന് കഴിക്കാൻ തരണ്ടായോ? അതും തരത്തില്ല. അല്ലെ ഒന്ന് തന്നാൽ ഒരു ദിവസമല്ല ഉള്ളൂ, ബാക്കി 6 ദിവസം ഞാൻ എന്തോ ചെയ്യും? മറിയ ചേട്ടത്തി ഒന്നും കൊണ്ടും വിഷമിക്കണം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പുതിയ ഇടവകാരി വന്നിട്ടുണ്ടെന്ന്. നമുക്ക് അച്ഛന്റെ മുന്നിൽ നമുക്ക് ഈ പ്രശ്നമൊക്കെ ഒന്ന് അവതരിപ്പിക്കാവുന്ന. എന്നാ ചാപ്പന് പോയ അവര് എന്താ പറഞ്ഞ ഉള്ളത് പറയാമല്ലോ. 2 ഇഡലി ഒരു വട ഒരു ചായ. നമ്മുടെ ചാപ്പുകാരെല്ലാം ഭയങ്കര ഡീസന്റ്. ഒരു AC വെച്ച് തരണ്ടായോ? പള്ളിക്ക് പൈസ ഇല്ല. എന്തോ ചോദിച്ചാലും പറയും പള്ളിക്ക് പൈസ. നമ്മളൊക്കെ AC-യിലാണോ ജനിച്ചത്? ഇന്നത്തെ ചൂടും അന്നത്തെ ചൂടും തമ്മിൽ വ്യത്യാസമില്ല. ഇതൊക്കെ ശരിയാണ്. പള്ളിക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് ചേട്ടത്തി പറയുന്നതിന് മുമ്പാണ്. ഒരു ദിവസം പൊതുയോഗത്തിൽ പോയിട്ട് എന്നാ ഈ പൊതുയോഗത്തിൽ എന്ന് പറയാം. അവര് കാപ്പിയോടെയും കഴിഞ്ഞ് കയറിയിരുന്നു. 1-2 പറഞ്ഞുണ്ടല്ലോ. അവർക്ക് ഒന്നിനും ശ്രദ്ധിക്കാൻ സമയം. അത് വികാരിയാച്ചൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലേ വികാരിയാച്ചൻ നമ്മുടെ പ്രശ്നമെല്ലാം പരിഹരിക്കുമെന്ന്. അങ്ങനൊന്നും പറയാതെ ഒന്നും ചെയ്യത്തില്ല. 3 കൊല്ലം ഇരിക്കണ്ടായി ഇവിടെ. കൂടും കുഴപ്പം ഉള്ളതല്ലയോ? ഓടിച്ചു വിട്ട അച്ഛനെന്താ ചെയ്യണം? അച്ഛനൊരു നല്ല മനുഷ്യനാണെന്ന്. എന്നതാ പാപ്പിച്ചേട്ടാ പ്രശ്നം? എന്റെ അച്ഛ എന്തോ പറയാനാ, നമ്മുടെ ഇടവകയിൽ ഒരു അമ്മച്ചി ചെയ്ത്. അതെ അച്ഛാ, 5-6 മാസമായി ഈ നമ്മുടെ ചേട്ടത്തേക്ക് പെൻഷൻ കിട്ടി. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടില്ല. അപ്പൊ അച്ഛനൊരു കാര്യം ചെയ്യും, നമ്മുടെ പള്ളിയിൽ ഇതൊന്ന് അവതരിപ്പിച്ചതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപോകും. മറിയച്ചേട്ടിന് വിഷമിക്കണ്ട, ഉദ്യോഗമൊക്കെ ഇന്ന് വന്നോട്ടെ. ഞാൻ മറിയച്ചേട്ടിന്റെ കാര്യം പറഞ്ഞ് എല്ലാം ശരിയാക്കി തരാം. മറിയച്ചേട്ടി ധൈര്യമായിട്ട് എനിക്ക് വീട്ടിൽ പോയി പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും ശരിയാക്കും. ഞാൻ ഈ പ്രാവശ്യം മറിയച്ചേട്ടിന്റെ കാര്യം അജണ്ട വെച്ച് ഞാൻ ശരിയാക്കി തരാം. അതെ അച്ഛാ, മറിയച്ചേട്ടത്തിന്റെ പ്രശ്നം പരിഹരിച്ച സ്ഥിതിക്ക് ഇവിടെ ഒരു പൊട്ടൻ ഇരിക്കില്ല. ഇവനെ 3-4 ദിവസമായിട്ട് ഇവിടെ വന്ന് കുത്തിയിരിപ്പാ പാടി. അച്ഛനൊരു കാര്യം ചെയ്ത് ഇവനെ കാര്യം ഒന്ന് പരിഹരിക്കണം. ഇവനെ ഞാൻ കണി കാണുന്നത് ഇവനെ കണ്ടുകൊണ്ട്. അന്ന് എൻ്റെ കടകളെ ഭയങ്കര പ്രശ്നമാണ്. ഇവനെ കാണുന്ന അന്ന് തന്നെ എനിക്ക് പ്രശ്നമാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യും, അച്ഛനൊന്ന് ഇവനെ ഒന്ന് നേരെയാക്കണേ. എടാ ഇങ്ങോട്ട് നോക്കടാ, എടാ പൊട്ടാ, എടാ ഇങ്ങോട്ട് നോക്കാൻ. ആരോടാ ഞാൻ ഈ പറയുന്നത്? എടാ ഇങ്ങോട്ട് നോക്കാൻ, നിന്നോടാ പറഞ്ഞത്. ഇവനെ ശരിയാവും. ഇങ്ങോട്ട് നോക്കടാ. ചൂടുവെള്ളം ഒഴിച്ചാൽ ഇവനൊക്കെ നേരെയാകത്തും. എടാ എടാ ഇങ്ങോട്ട് നോക്കാൻ. ഇവനെ വിളിച്ചാലും ഒന്നും ഇവന് ചെവി കേട്ടുകൂടാ അച്ഛാ. എനിക്ക് എന്തോ തലവേദനയെന്നറിയ ഇവനെ ഒന്നും നേരെയാക്കണേ. എന്റെ ചെറുപ്പം മുതലേ ഇങ്ങനെ എനിക്ക് ചെവി കേൾക്കത്തില്ല. ആഹാ പാപ്പിച്ചേട്ടാ, പൊട്ടനൊന്നുമല്ല കേട്ടോ. ഈ മുന്തവണ അവന്റെ ചെവിക്കാത്തിരുന്നത് ചുമ്മാ നല്ല ഇവനെ വിളിച്ചാലൊന്നും കേൾക്കാതെ. അയ്യോ ഇതായിരുന്നു, ഇതെനിക്കറിയത്തേ ഇല്ലായിരുന്നു. എന്റെ ചെറുപ്പം മുതലേ ഞാൻ വിചാരിച്ചു എന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്നു. വെളച്ചിന് കൈ വെച്ചോ പാപ്പിച്ചേട്ടാ? ആരെന്നല്ലോ എനിക്കറിയത്തില്ല, എനിക്ക് തോന്നി ഇവനൊരു പൊട്ടനാണ് എനിക്ക് തോന്നിയത്. എവന്റെ 3 തലമുറ പെരുന്തച്ഛന്റെ കുടുംബക്കാരാ. എവനെ നെഹ്റു ട്രോഫി വല്ലങ്ങളിലൊക്കെ വെള്ളം പണിഞ്ഞിട്ടുള്ള കുടുംബം. എന്നെ കണ്ടാ പറയത്തില്ല കേട്ടോ. ആ കുടുംബത്തിലെ അംഗമാണോ ഇവന്? മക്കളെ, നീ വെറുതെ ഇങ്ങനെ പാട്ട്
ആ നാരായണശാലയുടെ അടുത്ത് നിന്ന് പണി വല്ലതും പിടിക്കാൻ നോക്കല്ലേ? इसके बाद है ना पापा जब आ जाए तब भी हम जा सकते हैं घर। അച്ഛാ വേറൊരു കാര്യം രണ്ടെണ്ണം നേട്ടുപിടിക്കും. രാവിലെ ഇറങ്ങിക്കോളൂ എന്റെ കടയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം ആരും ഇവന്മാർ പോകത്തില്ല. ഇരുന്ന് വേലിറങ്ങിയാൽ ഇവന്മാർ പോകത്തില്ല. എന്തൊരു ശല്യമാണെന്നറിയാം. ഇവന്മാർ കൂടെ എന്തെങ്കിലും ഒരു പണി വെച്ച് കൊടുക്കുക അച്ഛാ. എടാ മക്കളെ നീ ഒക്കെ വെറുതെ ഇരിക്കാതെ കയ്യിലെ പോയി സഹായിക്കും. ഇങ്ങനെ ഓ അച്ഛനെ ഇവിടെ ഇരിക്കച്ചാ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. എനിക്ക് തോന്നി ഇപ്പൊ നമ്മുടെ സഞ്ചാരം പരിപാടി തുടങ്ങാറായി. ഞാനൊന്ന് റേഡിയോ ഒന്ന് നോക്കട്ടെ കേട്ടോ. അച്ഛനൊന്നും ഇരിക്കേ. ശരി ബാബുജി മധുരം കുറച്ചിട്ടുണ്ട്. മധുരമൊക്കെ കുറച്ചെടുത്തോളാം. അത് ഞാൻ ഇവൻ ചെയ്തിരിക്കില്ല, അവൻ ചെയ്തിരിക്കും. ഏതായാലും അവന്മാർ വന്ന് അവന്മാരെ പോലുള്ള കുറെ പണിയില്ലാത്തവന്മാരുണ്ട്. കയറി വന്ന് ഇരുന്ന് കഴിഞ്ഞ് ഇറങ്ങി പോകില്ല. ഞാൻ ഈ ബെഞ്ചൊന്ന് മാറ്റിയിട്ടോട്ടെ. ബാബുജിയുടെ പത്രം ഇങ്ങോട്ട്. ആ ഒരു മിനിറ്റ്. ഞാൻ വഡോദര ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. സുന്ദരമായ എയർപോർട്ട്. പണ്ട് ബറോഡ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബറോഡ എന്ന പേര് നെഞ്ചോട് ചേർത്ത് ഇപ്പോഴും വെച്ചിരിക്കുന്ന ഒരു ദേവാലയം ബറോഡയിലുണ്ട്. ബറോഡ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയം. കലപ്ര സ്വദേശിയായ എന്റെ സുഹൃത്ത് ഷൈമൽ ചാക്കോ പറഞ്ഞതനുസരിച്ചാണ് ഈ ദേവാലയം സന്ദർശിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. എയർപോർട്ടിൽ നിന്ന് ഞാൻ നേരെ പള്ളിയിലേക്കാണ് യാത്ര തിരിച്ചത്. ഇത് ഞായറാഴ്ചയായതിനാൽ വലിയ ജനത്തിരക്കില്ല. സുന്ദരമായ കെട്ടിടങ്ങളും ഭൂപ്രദേശങ്ങളും. സാംസ്കാരിക നഗരമായ ബറോഡ ഇപ്പോഴും എല്ലാവർക്കും അത്ഭുതവും അഭിമാനവുമാണ്. ഒരുപാട് മലയാളികൾ കുഞ്ഞിപ്പാക്കുന്ന പ്രദേശമാണ് വഡോദര. ഞാൻ പള്ളിയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. പള്ളി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയും പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതൊരു ദേവാലയമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു. ഷൈമൽ ചാക്കോയെ ഞാൻ അല്ലെങ്കിൽ കണ്ടില്ല. എയർപോർട്ടിൽ എനിക്ക് വണ്ടി അയക്കാമെന്ന് പറഞ്ഞിട്ട് തക്ക സമയത്ത് കാലുമാറിയ ഷൈമൽ ചാക്കോ അതിന്റെ ജാഗ്രത മറക്കാനായിരിക്കും മുങ്ങി നടക്കുന്നതെന്ന് എനിക്ക് തോന്നി. അകത്തേക്ക് കിടന്നപ്പോൾ അവിടെ വലിയ ഓണാഘോഷം നടക്കുകയാണ്. വികാരിയുടെ നേതൃത്വത്തിൽ എല്ലാ ആത്മീയ സംഘടനകളും ഓണാഘോഷ തിരക്കിലാണ്. ഷൈമൽ ചാക്കോയും എന്തോ പരിപാടികൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെപ്പോൾ ഈ പ്രാവശ്യവും വെള്ളക്കളിയാണ് ഷൈമൽ ചാക്കോയും സംഘം നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം ഗംഭീരമായ ഓണസന്ധ്യയും അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്തിട്ട് മതി എന്റെ മുന്നോട്ടുള്ള യാത്രയെന്ന് ഞാൻ തീരുമാനിച്ചു. അച്ഛോ കണ്ണാടി നല്ല അടിപൊളി പ്രോഗ്രാമാണ് ഇല്ലേ? നമ്മുടെ ഈ ശൗമൽ ചാക്കോ ആളൊരു ഉടായിപ്പോകാൻ തോന്നുന്നു കേട്ടോ. അച്ഛോ അച്ഛൻ ഈ ബറോഡ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ പണ്ട് അവിടെ വികാരിയായിട്ടൊക്കെ. ആ അച്ഛനോട് വികാരിയായിട്ടിരുന്നു. അവിടുത്തെ ആൾക്കാരെ എങ്ങനെയുണ്ട്? നമ്മുടെ ഇടവക പ്രശ്നക്കാരെ വല്ലതും ആണോ? അടിയിടിയൊക്കെ വല്ലതും ഉണ്ടോ അവിടെ? ലേശം കുഴപ്പക്കാരാണെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നവരാണ്. ആ നല്ല ആൾക്കാരാണല്ലേ? मैनेजर बहुत गुस्सा हो जाता है उसके कस्टमर और उसके आजू बाजू लोग. वही गानी है. അയ്യോ എന്താ പാപ്പിച്ച അവിടെ ഒരു വേണം. അത് അച്ഛാ ഒരു വേള ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ അച്ഛൻ പറഞ്ഞു വിട്ടില്ല. ആ പൊട്ടനുണ്ടല്ലോ കേട്ടോ. അവന്നോട്ടൊരു അടിപൊളി വള്ളമായിട്ട് വരുന്ന അച്ഛാ. ആഹാ അവിടെ വന്നോ? ആ നേട്ട് വരുന്നു. അടിപൊളി വള്ളമാണ് കേട്ടോ. എന്തൊരു ചുണ്ടൻ വള്ളമായിട്ടത്. മയക്കും ദിത്തി താരാ ദിത്തി തൈ ദിത്തൈ ദഗദൈ ഓ ദിത്തി താരാ ദിത്തി തൈ ദിത്തൈ ദഗദൈ ഓ. ക്രിസ്തു യേശു രാജൻ തന്റെ ക്രിസ്തു യേശു രാജൻ തന്റെ ക്രിസ്തു യേശു രാജൻ തന്റെ കുരിശേന്തിയ ചുണ്ടൻ വൾ
ഇതാ വരുന്നേ ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ ബേസിൽ സ്കൂളിൽ കൂടി കൊള്ളും ദഗദൈദൈദോ ബേസിൽ പള്ളിൽ കൂടി കൊള്ളും പരിശുദ്ധ തിരുമേനി ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ ഓ ഞങ്ങളെ നയിച്ചിടുന്ന തിത്തത്താരിത്തെ ഞങ്ങളെ നയിച്ചിടുന്ന തിത്തത്താരിത്തെ ഞങ്ങളെ നയിച്ചിടുന്ന ബഹുമാന്യ വിജയ് അച്ഛ ഞങ്ങൾക്കായി എന്നുമെന്നും പ്രാർത്ഥിച്ചിടണമേ ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ സ്വാദിഷ്ടമാഹാരത്തെ തെയ്തൈതകതെയ്തോ സ്വാദിഷ്ടമാഹാരത്തെ തിത്തിത്താരിത്തെയ്തു സ്വാദിഷ്ടമാഹാരത്തെ ഞങ്ങൾക്കായി പാകം ചെയ്ത എല്ലാവർക്കും നന്ദി ചൊല്ലി പോയിടുന്നല്ലോ ഓ തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈതകതെയ്തോ മാവേലിയുടെ നാട്ടിൽ നിന്നും തിത്തൈതകതെയ്തോ മാവേലിയുടെ നാട്ടിൽ നിന്നും തിത്തൈതകതെയ്തോ മാവേലിയുടെ നാട്ടിൽ നിന്നും വന്നിട്ടുള്ള ഈ തോണി ഞങ്ങൾ ആദ്യലിന്റെ നാട്ടിലേക്കു തിരിച്ചു പോന്നേ ഓ തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈതകതെയ്തോ തിത്തിത്താരാതിത്തിത്തൈ ദിത്തൈതകതെയ്തോ ആർപ്പേ പാപ്പിച്ചേട്ടനല്ലേ പറഞ്ഞ അവൻ പൊട്ടനാ, അവന് കഴിവില്ലാത്ത ഒരു മനുഷ്യനാണ്. അല്ല അച്ഛാ, ഇവനെ കണ്ടാലേ ഒരു ലുക്കിൽ നിന്നുള്ളൂ. ഇവർക്ക് മനസ്സിലായി ഇവന് ഭയങ്കര ബുദ്ധിയാ കേട്ടോ. ഇവൻ തുപ്പുലിയാ. പാപ്പിച്ചേട്ടാ, നമ്മൾ ആരെയും വിമർശിക്കാൻ പാടില്ല. എല്ലാ മനുഷ്യരിലും അവരവരുടേതായിട്ട് ഓരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ വിജയം കൈപ്പറ്റാൻ പറ്റുന്നത്. അതുകൊണ്ട് വാടാ മക്കളെ, നമുക്കെല്ലാം കൂടെ ചേർന്ന് നിന്ന് ഈ സ്ഥലം ഒരു സ്വർഗാലയമാണ്. താങ്ക് യു.